പലപ്പോഴൊക്കെ നമുക്ക് സന്തോഷമില്ല അല്ലേ? സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്, ഒരുപാട് കോണ്ടാക്ട്സുകളൊക്കെ അല്ലേ? ഒരുപാട് കോണ്ടാക്ട്സുകൾ, ഒരുപാട് നമ്മൾ എന്താ പറയാ പ്രവർത്തിക്കുന്നത്, ഹാർഡ് വർക്ക് ചെയ്യുന്നത്, ജോലിക്ക് പോകുന്നത് അല്ലേ? എല്ലാം എന്തിനു വേണ്ടിയാണ്? സന്തോഷം നിലനിർത്താൻ വേണ്ടിയാണ് അല്ലേ? ഒരു വ്യക്തി പവിത്രമായ മനസ്സോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ വിട്ടുമാറാത്ത നിഴൽ പോലെ അദ്ദേഹത്തെ സന്തോഷം പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു വ്യക്തി പവിത്രമായ മനസ്സോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ വിട്ടുമാറാത്ത നിഴൽ പോലെ അദ്ദേഹത്തിന്റെ കൂടെ സന്തോഷം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴൊക്കെ നമ്മുടെ സന്തോഷമില്ലായ്മയുടെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ നമ്മൾ മാത്രമാണ്. നമ്മുടെ സംസാരത്തിൽ നിന്ന്, നമ്മുടെ ചിന്തയിൽ നിന്ന്, നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് അല്ലേ? ഇതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സന്തോഷം നിലനിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരാളോട് മോശപരമായി പെരുമാറുകയാണെങ്കിൽ അത് നമ്മൾ അർഹിക്കുന്നു. ഒരാളോട് നല്ല കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മൾ അർഹിക്കുന്നു. ഒരാളോട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥ നമ്മളിലേക്ക് കടന്നു വരുന്നു. ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ ആ ദേഷ്യത്തിന്റെ ഒരു അവസ്ഥ നമ്മളിലേക്ക് കടന്നു വരുന്നു അല്ലേ? അതുകൊണ്ട് സ്നേഹിക്കുക, ആത്മാർത്ഥമായി സ്നേഹിക്കുക. അതായത് പവിത്രമായ മനസ്സ്, പവിത്രമായ ഹൃദയം അല്ലേ? ഈ രണ്ടു സംഭവമാണ് നമ്മൾ വേണ്ടതല്ലേ?